ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് കപ്പ ഇളക്കുക എന്നൊരു സംഭവമാണ്. അതായത് നമ്മുടെ നാട്ടിൽ കപ്പ ഇളക്കിയെടുത്ത് നമ്മൾ ചോറും കപ്പയും കൂടെ മിക്സ് ചെയ്ത് മീൻകറിയോടുകൂടി കഴിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ ഇളക്കുന്ന കപ്പയും മീൻകറിയും ചേർത്ത് കഴിക്കുന്ന ഒരു സംഭവമാണ്. ഇത് വളരെ ടേസ്റ്റായ ഒരു സംഭവമായിരിക്കും. അതായത് നമ്മൾ ഈ കപ്പ ഇളക്കി വച്ചിട്ട് അതിൽ മീൻകറിയൊക്കെ കൂടെ ഒഴിച്ച് കഴിക്കുക എന്നുള്ളത് വളരെ ടേസ്റ്റായ ഒരു സംഭവമാണ്. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യുന്നു വെച്ചാൽ, കപ്പയെ ഞാൻ നുരുതുരായിട്ട് അരിയുന്നു. ഈ കപ്പയെ ഞാൻ നുരുതുരായിട്ട് അരിയുന്നു. അരിഞ്ഞതിന് ശേഷം ഇതിനെ കഴുകി ഈ ചൂടായിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് ഇടും. അപ്പോൾ ഇത് തിളച്ച് വെന്തതിന് ശേഷം നമ്മൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ശകലം പുളിയും കൂടെ മിക്സ് ചെയ്തിട്ട് കലക്കിയതിന് ശേഷം ആ മിശ്രിതം, അതായത് ആ കലക്കിയ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുന്നു. മഞ്ഞയും ശകലം പുളിയും ഉപ്പും കൂടെ കലർത്തി കലക്കിയതിന് ശേഷം നമ്മൾ ഈ കപ്പയിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ എന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഇത് മൂടി വയ്ക്കും. മൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നീര് എല്ലാം ഇത് വറ്റിയതിന് ശേഷം ഇതെടുത്ത് തുടുപ്പെന്നൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടാകാറുണ്ട്. ആ തുടുപ്പെന്തെന്ന് വെച്ചാൽ പനയോല കയ്യിൽ നിന്ന്, അതായത് പനയോലയിൽ നിന്നും വെട്ടിയെടുക്കുന്ന അതിൻ്റെ കൈ ഉള്ള ഭാഗം, ആ മടല് ഭാഗം വെട്ടിയെടുത്ത് അതിനെ ചീവി വെച്ചതിന് ശേഷമാണ് ഈ കപ്പ ഇളക്കുന്നത്. അത് നമ്മുടെ നാട്ടിലെ അതായത് പഴയ കാലം മുതൽ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഈ മരിച്ചിനി ഇളക്കുക എന്നുള്ളത്. അത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഞാൻ ഇനി കപ്പ അരിയാണ്. കപ്പ അരിയേണ്ടത് ഇങ്ങനെ നുരുതുരായിട്ട് അരിയണം. നുരുതുരായിട്ട് അരിഞ്ഞാൽ മാത്രമേ കപ്പ വെന്ത്, അതായത് നമുക്ക് ഇളക്കുന്ന രീതിയിലേക്ക് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കപ്പയെ നമ്മൾ നുരുതുരായിട്ട് അരിയുന്നത്. വളരെ കനം കുറച്ച് വേണം ഇത് അരിയേണ്ടത്. ആ രീതിയിൽ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ട് അരിഞ്ഞ് ഇത് കഷ്ണമായിട്ട് സാറിന് നമ്മൾ മുറിച്ച് വയ്ക്കുന്ന രീതിയിൽ ഇത് അരിയാൻ പാടില്ല. കപ്പ അരിഞ്ഞ് തീർന്നു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കലത്തിലേക്ക് നമുക്കിടാം. നല്ലവണ്ണം കഴുകണം. കാരണം ഈ മരിച്ചിനിയിൽ ചെറിയൊരു ഊറ പോലുള്ള സാധനമുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്വാഭാവികമായിട്ടും കഴുകിക്കളയേണ്ടതാണ്. കഴുകിക്കഴിഞ്ഞു നമുക്ക് ഇതിനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടാം. ഈ തിളച്ച വെള്ളമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമുക്ക് എത്രയും വേഗം കപ്പയ്ക്ക് കേടാവാത്ത രീതിയിൽ, അതായത് വാടാത്ത രീതിയിൽ തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കപ്പ നന്നായിട്ട് വെന്ത് വരും. അതുകൊണ്ടാണ് ഈ തിളച്ച വെള്ളത്തിൽ ഇടുന്നത്. അങ്ങനെ കപ്പ കഴുകി ഞാൻ കലത്തിലെ വെള്ളത്തിലേക്ക് ഇടുകയാണ്. നോക്കാം ആവശ്യത്തിന് വെള്ളമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. വെള്ളമുണ്ട്. ഈ കപ്പ ഇട്ടത് അത് ഇനിയിപ്പോൾ ഉടനെ തന്നെ വെന്ത് വരുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം എല്ലാം നിറച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് വേഗം ഇത് തിളച്ച് വരുന്നതിലേക്ക് വേണ്ടി അടപ്പിട്ട് മൂടി വയ്ക്കാം. ഇനി ഒരു 20-25 മിനിറ്റിനകത്ത് വെച്ചിട്ട് കപ്പ നല്ലവണ്ണം വെന്ത് വരും. വെന്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഇനി നമുക്ക് കപ്പ തിളയ്ക്കുന്നുണ്ട്. ഏകദേശം റെഡി ആയതുകൊണ്ടാണ് ദാണ്ട നീരാവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കപ്പ തിളച്ച് വെന്തോ എന്നുള്ളത് നമുക്ക് നോക്കാം. വെന്തെങ്കിൽ നമുക്ക് ആ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ നീരാവിയൊക്കെ വരുന്നുണ്ട്. കപ്പ നല്ല വെന്തതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കപ്പ വെന്തോ ഇല്ല എന്നുള്ളത് അടപ്പിളക്കി നോക്കാം. കപ്പ നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇറക്കി വെള്ളം വാർന്ന് വയ്ക്കാനുള്ള സംവിധാനം ചെയ്യാം. വെള്ളം വാർക്കാനുള്ള സംവിധാനം ചെയ്യാം. വെള്ളം വാർക്കാൻ വേണ്ടി ഞാൻ ഇതൊരു റൗണ്ട് വയ്ക്കുന്നുണ്ട്. ഈ റൗണ്ടിൻ്റെ പുറത്ത് ഈ കലം വച്ചിട്ട് വേണം, അല്ലെങ്കിൽ കലം ഉരുണ്ട് പോകും. വെള്ളം ഇതിനെ വാർത്ത് കളയാൻ പോവുകയാണ്. നോക്കാം, റൗണ്ടിൽ വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന പാത്രത്തിലേക്ക് വെള്ളം വാർത്ത് കളയാം. ഇതിൻ്റെ വെള്ളം വാർക്കയാണ്. പൂർണ്ണമായിട്ടും വാർന്നതിന് ശേഷം നമുക്ക് മസാലയെല്ലാം ഒഴിച്ചതിന് ശേഷം വീണ്ടും അടുപ്പിൽ നമുക്ക് വയ്ക്കാം. വെള്ളം വാർന്നു പോകുന്നതിലേക്ക് വേണ്ടി നമുക്ക് പൂർണ്ണമായിട്ട് ഇറക്കി വയ്ക്കാം. ഇപ്പോൾ പാത്രത്തിലേക്കാണ് നമ്മൾ ഇറക്കി വെച്ചത്. അപ്പോൾ ഇനി വെള്ളം ഒരു 2 മിനിറ്റിനകത്ത് വെള്ളം മൊത്തം വാർന്നു പോകും. വാർന്നു പോയതിന് ശേഷം നമുക്ക് വീണ്ടും മസാലയൊക്കെ ഇടാനുള്ള സംവിധാനത്തിലേക്ക് അടുപ്പിലേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് കപ്പയിലേക്ക് ഒഴിക്കേണ്ട എന്തൊക്കെയാണ് മിശ്രിതങ്ങളെന്ന് നോക്കാം. അതുവേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയ്ക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ എടുക്കുന്നു. നമ്മളത് കപ്പയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച്, അതായത് എത്രത്തോളം കപ്പയുണ്ടോ ആ കപ്പയുടെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലുള്ള മസാലകൾ മിക്സ് ചെയ്യാൻ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്തുള്ള കപ്പയ്ക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ ഇത്രയും മഞ്ഞൾപ്പൊടി എടുത്തത്. ശകലം കൂടെ വേണമെങ്കിൽ നമുക്കെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എടുത്തു. മഞ്ഞൾപ്പൊടി എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. എല്ലാം നമ്മൾ
ഓരോന്നിൻ്റെ പിന്നെ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്നനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ മിശ്രം ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ കൂടിപ്പോയി, ചിലപ്പോൾ മഞ്ഞ കൂടിയെന്ന് വരാം, ചിലപ്പോൾ ഉപ്പ് കൂടിയെന്ന് വരാം, പുളി കൂടിയെന്ന് വരാം. നല്ല ടേസ്റ്റ് ആയിരിക്കണമെങ്കിൽ നമ്മളെ മനസ്സിൽ കാണുന്ന രീതിയിൽ വേണം മസാലകൾ മിക്സ് ചെയ്തിടാൻ. അപ്പോൾ ഉപ്പ് ചേർത്തു, കുറച്ചുകൂടെ ഇടാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ എടുത്തു വെച്ച പുളിയാണ്. ഈ പുളി നല്ലവണ്ണം പിഴിഞ്ഞതിന് ശേഷം, ഇത് സാധാരണ വാളം പുളിയാണ്, കുടംപുളിയൊന്നുമല്ല, നമ്മളെ നാട്ടുപുളിയാണ്. അപ്പോൾ ഈ പുളി കുറച്ച്, അതായത് ഒത്തിരി കൂടുതൽ വേണ്ട, നമുക്ക് ആവശ്യത്തിന് നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അങ്ങനെ അത്രയും മതിയാവും. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ഒഴിക്കുന്നു, ശകലം വെള്ളം. ഓക്കെ, ഇനി നമുക്കിതിനെ നല്ലവണ്ണം മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പുളി എന്നിവ ചേർത്തുള്ള മിശ്രിതമാണ് നമ്മളിപ്പോൾ കലക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വെള്ളം വാർന്നിരിക്കുന്ന കപ്പയെടുത്ത് കരയിലോട്ട് വയ്ക്കാം, ഈ വളയത്തിലേക്ക് വയ്ക്കാം. ഈ ലായനി, അതായത് നമ്മൾ ഈ മിശ്രം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മസാല, കൂട്ടു മസാല നമ്മൾ ആവശ്യത്തിന് അതിലൊഴിക്കുകയാണ്. നമ്മളിപ്പോൾ ഒഴിച്ച മസാല ഈ കപ്പയിൽ പിടിച്ച് ഇത് വറ്റുന്നതിലേക്ക് വരും. അതായത് അത് മൊത്തം നമ്മളിപ്പോൾ ഒഴിച്ച ലായനി ആ കപ്പയിൽ പിടിച്ച് വറ്റി വരും. അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ വീണ്ടും അടുപ്പിലേക്ക് വെച്ചു. ഇനി ഇത് ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഇത് തുടുപ്പ് കൊണ്ട് നമ്മൾ ഇളക്കും. ഇപ്പം നമ്മൾ കപ്പ വേവിച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി, പുളി, ഉപ്പ് എന്നിവ കലർത്തി പിന്നെ ഒരുക്കിയെടുത്ത കലക്കി വെച്ച ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞു. ആ മസാല ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു, 3-4 മിനിറ്റ് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അത് മസാല എത്രത്തോളം ആ കപ്പയിൽ പിടിച്ചു എന്നുള്ളതിന് ഉദാഹരണമാണ്. ഇതിൽ നിന്ന് ഇത് ഈ മസാല പിടിച്ചതിന് ശേഷം ഈ നീരാവിയുടെ ഇടയിൽ കൂടി, അപ്പോൾ ഇതിൽ വരുന്ന ഈ നീരാവിയുടെ ഇടയിൽ കൂടി നമുക്കൊരു മണം കിട്ടും. ആ മണം, വാസന എന്തെന്ന് വെച്ചാൽ, അതായത് ഈ മഞ്ഞയും പുളിയും ഉപ്പും കൂടെ കലർന്ന ആ മിശ്രിതം കപ്പയിൽ പിടിച്ചു എന്നത് കാണിക്കുന്ന ആയിട്ടുള്ള ഒരു സ്മെല്ല് ഇതിൽ നിന്നുണ്ടാവും, ഒരു മണം ഉണ്ടാവും. ആ മണം ഇതപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ അറിയാൻ പറ്റും. അതിന് ഉദാഹരണം, ഇനി നമുക്ക് അടപ്പിടക്കി നോക്കാം. ഇതിൻ്റെ മൂടി എടുത്ത് നോക്കുമ്പോൾ അറിയാം എത്രത്തോളം ഇതിൽ പിടിച്ചുവെന്നും അതിൻ്റെ വാസന എന്താണെന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാക്കാം. കണ്ടോ, നല്ല ഒരു വാസനയുണ്ട്. അതായത് കപ്പയും മഞ്ഞയും ഈ പുളിയൊക്കെ പിടിച്ചുകൊണ്ടുള്ള ഒരു വാസന ഇതിൽ നിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. അതുണ്ട്. ഇനി ഇത് പൂർണ്ണമായി വറ്റിക്കഴിഞ്ഞു. നമുക്ക് ഉടനെ തന്നെ ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് തുടുപ്പ് കൊണ്ട് നമുക്ക് ഇളക്കാം. ഞാൻ ഇതിൻ്റെ പുറത്തോട്ട് ഇത് ഇറക്കി വയ്ക്കുകയാണ്. തുടുപ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നോക്കാം. ഈ തുടുപ്പെന്ന് പറയുന്നത് നമ്മളെ പനമരത്തിൻ്റെ ഇലയിൽ നിന്നും വെട്ടിയെടുക്കുന്ന ഒരു സാധനമാണ്. പനയോലയിൽ നിന്നും വെട്ടിയെടുക്കുന്ന അതിൻ്റെ കൈയിൽ നിന്ന് വെട്ടിയെടുത്ത് വെച്ചതാണ്. ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇത് വെച്ചാണ് നമ്മളിതിനെ ഇങ്ങനെ ഇളക്കിയതിന് ശേഷമാണ് ഇതെടുക്കുന്നത്. സാധാരണ ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവം. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അതൊന്നും ഇല്ല. എന്തായാലും സ്പൂൺ കൊണ്ടോ ഈ തവി കൊണ്ടോ ഇതിനെ ഇളക്കി വയ്ക്കും. പക്ഷേ നമ്മൾ ആചാരപ്രകാരം, അത് പണ്ടത്തെ ആ കാലം മുതൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ തുടുപ്പ് കൊണ്ട് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ നോക്കാം. ഇനി നമുക്ക് കപ്പ ഇങ്ങോട്ട് ചേർത്തെടുത്ത് വയ്ക്കും. ഇപ്പോൾ നമ്മൾ ഗ്യാസിൽ ചേർത്ത് വെച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. എങ്ങനെയെന്ന് നോക്കാം. എല്ലാം പാകമായി കഴിഞ്ഞു. ഇനി നമ്മളിത് ഇളക്കുകയാണ്. ഇങ്ങനെ ഈ രീതിയിൽ വേണം ഇളക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ കുഴച്ചിടുന്നു. എന്നിട്ട് മേളിലോട്ട് ഇങ്ങനെ ആണ് നമ്മൾ ഇളക്കുന്നത്. ഇങ്ങനെ കപ്പ ഇളക്കിയാൽ മാത്രമേ കപ്പ എത്രത്തോളം മിക്സായി ആ മസാലയുമായിട്ട് ചേർന്ന് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഈ കപ്പ ഇളക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള രുചിയാണ്. ആ രുചി കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഇളക്കിയെടുക്കണം. ഇളക്കി നല്ലവണ്ണം ഇത് മിക്സായി കഴിഞ്ഞാൽ കുറച്ച് ആറിയതിന് ശേഷം, സാധാരണ വീടുകളിൽ കുറച്ച് ആറിയതിന് ശേഷമാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇതെടുത്ത് നോക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം മിക്സായി കഴിഞ്ഞു. നല്ലൊരു കളർ വന്നേണ്ടോ, ഒരു മഞ്ഞ കളർ നമുക്കിതിൽ കാണാൻ പറ്റും. ഈ കളറും ഇതിപ്പോൾ എങ്ങനെ കഴിക്കുന്നു, സാധാരണ രീതിയിൽ മീൻ കറിയോടൊപ്പം എങ്ങനെ കഴിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ ആൾക്കാർ കഴിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കപ്പയും
ചോറ് മീൻകറി ഇതൊക്കെ വച്ചതിന് ശേഷം 2 രീതിയിൽ കഴിക്കും. ഒന്ന്, കപ്പയും ചോറും കൂടെ ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ട് ഉരുളകളാക്കി മീൻകറിയിൽ ഇങ്ങനെ മുക്കി അവർ കഴിക്കും. പിന്നെ കപ്പ ഉരുളകളാക്കിയിട്ട് മീൻകറിയിൽ മുക്കി കഴിക്കും. പിന്നെ നമ്മൾ കപ്പ മാത്രം എടുത്ത് വച്ചിട്ട് കപ്പ ഇങ്ങനെ കൈ കൊണ്ട് ലെവലിൽ വെച്ചുകൊണ്ട് നിരത്തി വെച്ചിട്ട് അതിൽ മീൻകറി ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തിരിക്കും. എല്ലാത്തും നല്ല ഒരു വെറൈറ്റിയാണ് നമ്മളിങ്ങനെ കപ്പ ഇളക്കി കഴിഞ്ഞാലുള്ള ഒരു രീതി. അത് അത്രത്തോളം നമുക്ക് രുചി ഇതിൽ നിന്നും കിട്ടും, അത്രത്തോളം നമുക്ക് കിട്ടും. ആ മീൻകറിയും ഈ കപ്പയും കൂടിയുള്ള രീതിയിലുള്ള നല്ലൊരു രീതിയിലുള്ള ഒരു രുചിയായിരിക്കും, ഒരു ടേസ്റ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ മസാല ഒഴിച്ച് ഇളക്കിയ കപ്പ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ ഇളക്കിയ കപ്പ ഞാൻ ഈ പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. ഇങ്ങനെ ഇളക്കി മാറ്റി ഈ തുടുപ്പിൽ നിന്ന് അതിലിരിക്കുന്നില്ല തന്നെ നമ്മൾ നന്നായിട്ട് എടുത്തതിന് ശേഷം തുടുപ്പ് മാറ്റി വയ്ക്കണം. ഇനി റെഡിയായ കപ്പ ഞാൻ പ്ലേറ്റിലേക്ക് കോരി മാറ്റുകയാണ്. ഈ കപ്പ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞതുപോലെ ഒരു അരക്ക് രൂപത്തിൽ നല്ല ഭംഗിയായിട്ട് ആയിക്കഴിഞ്ഞു. ഇത് നമുക്ക് മീനും നല്ല മീൻകറി ഉപയോഗിച്ച് നമുക്കത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളതായിരിക്കും. ഈ ഇളക്കിയെടുത്ത കപ്പയും മീൻകറിയും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും.